നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. സംഭവ ബഹുലമായ ഒരുപക്ഷെ കേരളം കാണാത്ത വിധത്തിലുള്ള സംഭവങ്ങൾ നടന്ന ഒരു ഇന്നലെ ആയിരുന്നു കഴിഞ്ഞു പോയത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരമെന്ന് പറയുന്നത് 242 ബാങ്ക് അക്കൗണ്ടുകളായി 18.32 കോടി രൂപയാണ് ED ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. അതിൽ വീണ തൈക്കണ്ടിയുടെ പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിയുടെ 3 അക്കൗണ്ടുകളും മരവിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. വീണയുടെ അക്കൗണ്ടിൽ എത്ര രൂപ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഒന്നും ഒരു വ്യക്തതയില്ല. മൊത്തം കണക്കായുള്ള ഈ 242 അക്കൗണ്ടുകളുടെ കണക്കാണ് ഇപ്പോൾ ED പ്രസ് റിലീസിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റു പ്രധാനപ്പെട്ട വിവരം, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇന്നലെ നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ തേടിയിട്ടുണ്ട്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പും ഗൗരവമായി ഈ വിഷയം കണ്ടിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ അലംഭാവവും വലിയ വീഴ്ചയും ഉണ്ടായി ഇന്നലെ എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഒപ്പം അറസ്റ്റിലായ CPM പ്രവർത്തകർക്കെതിരെ കൂടുതൽ കേസുകൾ ചാർജ് ചെയ്യും. കണ്ടെത്താനുള്ളവരെ എത്രയും വേഗം പിടികൂടാനുള്ള ശ്രമം ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. ആദ്യം തലക്കെട്ടുകൾ. CMRL എക്സാലോജി കേസിൽ കൂടുതൽ നടപടികളിലേക്ക് ED. പ്രതികളുടെ 18.36 ലക്ഷം രൂപയുടെ 242 ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. സുപ്രധാന രേഖകളും ഡിജിറ്റൽ തെളിവുകളും പിടിച്ചെടുത്തതായി അന്വേഷണ സംഘം. EDക്ക് നേരെ നടന്ന ആക്രമണത്തിൽ നടപടി ഘടിപ്പിക്കാൻ കേന്ദ്രം. പോലീസ് വീഴ്ചയിൽ ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് തേടും. രാഷ്ട്രീയ പ്രതിരോധം ശക്തമാക്കാൻ CPM. ജില്ലാ കേന്ദ്രങ്ങളിൽ ഇന്ന് പ്രതിഷേധം. സൗദിയിൽ 20 വർഷമായി തടവിൽ കഴിഞ്ഞ അബ്ദുൾ റഹീം ഇന്ന് ജന്മനാട്ടിലേക്ക്. അല്പസമയത്തിനകം കരിപ്പൂരിൽ വിമാനമിറങ്ങും. കാത്തിരിപ്പ് തീർന്ന സന്തോഷത്തിൽ കുടുംബം. DK ശിവകുമാർ കർണാടക മുഖ്യമന്ത്രിയാകും. സിദ്ധരാമയ്യ രാജിവെച്ച് രാജ്യസഭയിലേക്ക്. മന്ത്രിസഭയിൽ വിശ്വസ്തരെ ഉറപ്പിച്ച് സിദ്ധരാമയ്യ. ത്യാഗത്തിന്റെ സ്മരണ പുതുക്കി ഇന്ന് ബലിപ്പെരുന്നാൾ. പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം. ഇറാനിൽ വീണ്ടും ആക്രമണം. സൈനിക കേന്ദ്രങ്ങൾ തകർത്ത് US. 4 ഇറാനിയൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടു. ഹോർമുസ് കടലിടുക്കിലും ആക്രമണം. ഇറാനെതിരായ സാമ്പത്തിക ഉപരോധങ്ങൾ പിൻവലിക്കില്ലെന്നും ട്രംപ്. ഒമാനും അമേരിക്കയുടെ ഭീഷണി. IPLൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തകർത്തെറിഞ്ഞ് രാജസ്ഥാൻ. 47 റൺസിന്റെ തകർപ്പൻ ജയം. 29 ബോളിൽ 97 റൺസ് എടുത്ത് അത്ഭുതമായി വൈഭവ് സൂര്യവംശി. ഇന്നലെയാണ് പിണറായി വിജയനോട് ബന്ധമുള്ള 2 വീടുകളിലടക്കം 10 ഇടങ്ങളിൽ വ്യാപകമായ റെയ്ഡ് ED നടത്തിയത്. ഏതാണ്ട് 9 മണിക്കൂറോളം ഈ റെയ്ഡ് നടപടികൾ നീണ്ടുനിന്നു. അതിനുശേഷം ED ഉദ്യോഗസ്ഥരെ CPM പ്രവർത്തകർ ആക്രമിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. കേരളം മുഴുവൻ ആകാംക്ഷയോടെ ഞെട്ടലോടെ കണ്ട ഒരു ദിവസം, കഴിഞ്ഞുപോയ ഒരു ദിവസമായിരുന്നു ഇന്നലത്തേത്. കാരണം ആദ്യമായിരിക്കാം ഒരുപക്ഷെ ഇത്ര പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിനെ ED ഇത്തരത്തിൽ തടഞ്ഞു വെക്കുകയും ചോദ്യം ചെയ്യുകയും മറ്റും ചെയ്യുന്നത്. രാഷ്ട്രീയ നേതാവിൻ്റെ മകളെയാണെങ്കിൽ പോലും അദ്ദേഹവും ആ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളത് പ്രധാനമാണ്. CMRലുമായുള്ള എക്സാലോജിക്കിന്റെ സാമ്പത്തിക ഇടപാടിൽ കൂടുതൽ നടപടികളിലേക്ക് ഇപ്പോൾ ED കടക്കുകയാണ് എന്ന പ്രധാനപ്പെട്ട വിവരം പുറത്തുവരുന്നു. മൊഴിയും പിടിച്ചെടുത്ത രേഖകളും വിശദമായി പരിശോധിക്കും. വീണ ടിക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള സമൻസ് നൽകും. ഇന്നലെ റെയ്ഡിനിടെയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ വെച്ച് വീണയുടെ മൊഴിയെടുത്തത്. വീണയുടെ നിക്ഷേപങ്ങളുടെ രേഖകൾ പിടിച്ചെടുത്തതിന് പിന്നാലെ HDFC ബാങ്കിലെ 1.5 ലക്ഷത്തിന്റെ അക്കൗണ്ട് ED മരവിപ്പിച്ചിരുന്നു. റെയ്ഡിന് പിന്നാലെ പ്രതികളുടെ 18.36 കോടി രൂപയുടെ 242 ബാങ്ക് അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചത്. വീണയുടെ 3 അക്കൗണ്ടുകളും ഇതിൽ പെടുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടത്. പിണറായിയുടെ വീടുകൾക്ക് പുറമെ CMRLന്റെ ഓഫീസിലും MD ശശിധരൻ കർത്തയുടെ വീട്ടിലും എക്സാലോജിക്കിന്റെ ബംഗളൂരുവിലെ ഓഫീസിലുമടക്കം വലിയ പരിശോധന ഉണ്ടായിരുന്നു. ഏതായാലും നവമി ദിനേശ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. നവമി, അസാധാരണമായ സംഭവവികാസങ്ങൾക്ക് നമ്മൾ ഇന്നലെ സാക്ഷ്യം വഹിച്ചു. വലിയ ഗൗരവമുള്ള കാര്യങ്ങൾ സംസ്ഥാനം സംഭവിക്കുകയും ചെയ്തു. അപ്രതീക്ഷിതമായ പല കാര്യങ്ങളും. ഇനിയിപ്പോൾ നടപടികളിലേക്ക് ED കടക്കുകയാണ്. അത് കൂടുതൽ കടുക്കുമെന്ന് കരുതാം. കുറച്ചുകൂടി കാര്യങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും ഒരുപക്ഷെ അതിലേക്ക് പോവുക എന്നാണ് മനസ്സിലാക്കേണ്ടത്.
രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും വീണ ടിയെ ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാനായി സാധിക്കുന്നത്. അതിനു മുൻപായി CMRL MD ഉൾപ്പെടെ, അല്ലെങ്കിൽ CMRL കമ്പനിയുമായി ബന്ധപ്പെട്ട ഇവരുടെ ഈ ഒരു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും വിവരങ്ങൾ അറിയുമോ? CMRL ഉയർന്നതായിട്ടുള്ള ഉദ്യോഗസ്ഥർ, ഒരു ചുമതല വഹിക്കുന്നവർ, ഇവരെയൊക്കെ ചോദ്യം ചെയ്തതിനു ശേഷം വീണയെയും ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുമെന്ന് തന്നെയാണ് നമുക്ക് ഇ ഡി വൃത്തങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്. ഇന്നലെ നടത്തിയ റെയ്ഡിൽ, ഇന്നലെ രാവിലെ 6:30 മുതലാണ് റെയ്ഡ് ആരംഭിച്ചത്. പക്ഷേ നമ്മൾ മാധ്യമങ്ങളെല്ലാം അറിഞ്ഞു വന്നപ്പോൾ ഏകദേശം 8 മണിയോടുകൂടിയായി. 6 മണി മുതൽ തുടങ്ങിയ റെയ്ഡ്, അതിൽ 1.5 മണിക്കൂറാണ് പിണറായി വിജയന്റെ മകളെ ED വിശദമായിട്ട് മൊഴിയെടുത്തത്. ശശിധരൻ കർത്തയുടെ വീട്ടിലും ഈ റെയ്ഡ് ഉണ്ടായിരുന്നു. അത് ഏകദേശം അവസാനിച്ചപ്പോൾ 7 മണിയോടുകൂടി, 7 മണി കഴിഞ്ഞു റെയ്ഡ് അവസാനിച്ചപ്പോൾ. ശശിധരൻ കർത്ത ആശുപത്രിയിലാണ് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന്. അദ്ദേഹത്തിന്റെ മകൻ ശരണിനെ വിശദമായി മൊഴിയെടുക്കുകയും ചെയ്തു. ശരണിനും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമോ എന്നത് തന്നെയാണ് ED പ്രധാനമായും ചോദിച്ചറിഞ്ഞത്. ഒപ്പം ഇന്നലെ ഉച്ചയോടുകൂടി EDയുടെ ഒരു കുറിപ്പ് പുറത്തിറങ്ങിയിരുന്നു. ആ കുറിപ്പിൽ പറയുന്നത് ഈ ബാങ്ക് FD, ചില നിക്ഷേപത്തിന്റെ വിശദാംശങ്ങൾ, രേഖകൾ, ഇതെല്ലാം തന്നെ ഈ റെയ്ഡിൽ കണ്ടെടുത്തു എന്ന ഉച്ചയോടുകൂടി കുറിപ്പ് വരുന്നു. അതിനുശേഷം ഈ EDയുടെ റെയ്ഡ് എല്ലാം എല്ലായിടങ്ങളിലും, ഈ 12 ഇടങ്ങളിലും പൂർത്തിയായതിനു ശേഷം പുറത്തിറങ്ങിയ കുറിപ്പിൽ പറയുന്നത്, ഇന്ന് നടത്തിയ ഈ ഒരു റെയ്ഡ് CMRL എക്സാലോജി കമ്പനിയുടെ കീഴിലുള്ള നടത്തിയ റെയ്ഡിൽ 118.36 കോടിയുടെ 242 ബാങ്ക് അക്കൗണ്ടുകൾ അന്വേഷണ സംഘം മരവിപ്പിച്ചു എന്നാണ്. അതിൽ 3 അക്കൗണ്ടുകൾ വീണ ടിയുടേതാണ്. HDFC ബാങ്കിലടക്കമുള്ള 3 അക്കൗണ്ടുകൾ വീണ ടിയുടെ മരവിപ്പിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ വീണയുടെ നിക്ഷേപങ്ങളുടെ രേഖകളും പിടിച്ചെടുത്തു എന്നുകൂടി ഇന്നലെ പുറത്തിറങ്ങിയ കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും വീണയുടെ ഫോൺ അടക്കം വിശദമായി പരിശോധിക്കുമെന്നാണ് നമുക്ക് അറിയാനായി സാധിക്കുന്നത്. അതിൽ നിന്നൊക്കെ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുമെന്നൊരു വിശ്വാസത്തിൽ തന്നെയാണ് ED ഉദ്യോഗസ്ഥർ എത്തി നിൽക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വീണയെ ഇനി എന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും? CMRL എക്സാലോജി കമ്പനികളുടെ മറ്റ് ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമോ എന്നതാണ് ഇനി ഉറ്റുനോക്കേണ്ടത്. എന്തായാലും ശശിധരൻ കർത്തയെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ 2 തവണയായിരുന്നു ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. പക്ഷെ അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തൊരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോൾ വീണ്ടും അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരാകുമോ? ഈ കമ്പനിയുമായി ഈ ഒരു സേവനവും നൽകാതെ ഇത്രയും വലിയ തുക കൈമാറിയതുമായി ബന്ധപ്പെട്ട എന്ത് വിശദീകരണമാണ് ഇവർ രണ്ടുപേർക്കും നൽകാനുള്ളത്? അതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള രേഖകൾ EDക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞോ എന്നതൊക്കെ ഇനി അന്വേഷിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പിടിച്ചെടുത്ത അക്കൗണ്ടുകൾ, അല്ലെങ്കിൽ മരവിപ്പിച്ച 242 അക്കൗണ്ടുകൾ, അത് ആരുടെയൊക്കെയാണ്? അതിൽ നിന്ന് എന്താണ് ED ഉദ്ദേശിക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട ഈ ഒരു സാമ്പത്തിക ഇടപാടിൽ ഈ അക്കൗണ്ടുകൾക്കും പങ്കുണ്ടോ എന്നതൊക്കെയാണ് ഇനി അറിയേണ്ടത്. എന്തായാലും ED ഉദ്യോഗസ്ഥർ വീണ ടിയെ ഉടനെ തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. കൊച്ചിയിലെ നേരത്തെ നമുക്കറിയാം നവമി, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി കേസ് നടക്കുന്നതാണ്. കോടതി നടപടികൾ പൂർത്തിയായതിനു ശേഷമാണ് ED റെയ്ഡിനായി വന്നത്. ഇതിനു മുൻപും വീണയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചെയ്യൽ, അത് ചെന്നൈയിൽ വെച്ചോ മറ്റോ ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്, നടന്നിരുന്നു. വീണയിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു. അതിനുശേഷം ഇന്നലെ 8-9 മണിക്കൂറോളമാണ് ചോദ്യം ചെയ്യൽ ഉണ്ടായത്. രേഖകൾ പിടിച്ചെടുത്തു, ഫോൺ കോളുകൾ പരിശോധിച്ചു, ചില ഫോണുകൾ പിടിച്ചെടുത്തു എന്ന വിവരമുണ്ട്. ഒപ്പം മൊഴിയും എടുത്തു. അപ്പോൾ ഇത്തരം തെളിവെടുപ്പുകളിൽ നിന്ന് വളരെ കൃത്യമായ കാര്യങ്ങളിലേക്ക് ED എത്തിയിട്ടുണ്ട് എന്ന് വേണോ മനസ്സിലാക്കാൻ? വീണയുടെ ഈ വിഷയത്തിലെ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടപടികളിലേക്കാണ് ഇനി ED കടക്കാൻ പോകുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ടല്ലോ. സമൻസ് കൊടുത്ത് ഒരിക്കൽ കൂടി വിളിപ്പിച്ച് ചോദ്യം ചെയ്യുക, മറ്റു നടപടികളിലേക്ക് കടക്കുക എന്നിങ്ങനെ ഒരുപാട് പ്രൊസീജിയേഴ്സ് EDക്ക് മുന്നിലുണ്ട്. അതെ, ഇനി എന്തായാലും കൊച്ചിയിലെ ഓഫീസിലേക്ക് വീണ ടിയെ വിളിച്ചു വരുത്താൻ തന്നെയാണ് ED ഉദ്യോഗസ്ഥർ തീരുമാനമെടുത്തിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ED വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരവും. വരും ദിവസങ്ങൾ വൈകാതെ തന്നെ, അതായത് നടപടി വേഗത്തിലാക്കാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ വീണയുടെ ഫോൺ അടക്കം പിടിച്ചെടുത്തിട്ടുണ്ട്, അതും വിശദമായി പരിശോധിക്കണം. ഒപ്പം ഈ ഇന്നലെ റെയ്ഡ് നടന്ന ഇടങ്ങളിൽ നിന്നെല്ലാം നിർണായകമായിട്ടുള്ള രേഖകൾ ലഭിച്ചിട്ടുണ്ട്. അത് ബാങ്കിന്റെ നിക്ഷേപങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ചില
രേഖകൾ ഇതെല്ലാം തന്നെ പിടിച്ചെടുത്തിട്ടുണ്ടെന്നാണ് ED ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. പക്ഷെ അതിലൊക്കെ കുറച്ചുകൂടി ആധികാരികതയും കൈവരേണ്ട ഏത് തരത്തിലുള്ള രേഖകളാണ് ഇവരുമായി ബന്ധിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു സാമ്പത്തിക ഇടപാട് നടത്തിയെന്ന് പറയുന്ന ഏത് തരത്തിലുള്ള രേഖകളാണ് പിടിച്ചെടുത്തത്, ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ, ഈ പറയുന്നത് പോലെ തന്നെ സാമ്പത്തികമായി ഇതിലൂടെ ഈ ഒരു ഇടപാടിലൂടെ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടെന്നതിന്റെ കൃത്യമായുള്ള രേഖകൾ EDക്ക് ലഭിച്ചോ എന്നതൊക്കെയാണ് ഇനി അറിയേണ്ടത്. എന്തായാലും ED ഉദ്യോഗസ്ഥരിൽ നിന്നും ഏറ്റവും ഒടുവിലായി അറിയുന്ന വിവരം അനുസരിച്ച് ഉടനെ തന്നെ ഈ CMRL MDAനും അതോടൊപ്പം തന്നെ എക്സാലോജിക്ക് വീണയുടെ കമ്പനിയിലെ വീണയെയും ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. അവരിൽ നിന്നും നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. അവർക്കെതിരായിട്ടുള്ള കൃത്യമായിട്ടുള്ള തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ് ED വൃത്തങ്ങൾ അറിയിക്കുന്നത്. എന്തായാലും ഇനി എന്നാണ് VDയെയും ശശിധരൻ കർത്തയെയും കൊച്ചിയിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുക, സമൻസ് എന്നായിരിക്കും ED ഉദ്യോഗസ്ഥർ അയക്കുക എന്നതാണ് ഇനി നോക്കിക്കാണുന്നത്. തീർച്ചയായും അതാണ് EDയുടെ ഇനിയുള്ള നടപടികൾ നിർണായകമാണ്. തെളിവുകൾ കൃത്യമായി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള കാര്യങ്ങളുമായി ED മുന്നോട്ട് പോകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും വീണ വിജയന് നിർണായകമാണ് ഇനിയുള്ള ദിവസങ്ങൾ എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കണം, അങ്ങനെ പ്രതീക്ഷിക്കണം. അതുപോലെ തന്നെ ഈ ED റെയ്ഡിനെ കുറിച്ചുള്ള ചോദ്യങ്ങളോട് ഇന്നലെ മുഖ്യമന്ത്രിയോട് ഏതാണ്ട് 5 തവണ മാധ്യമപ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. മുഖ്യമന്ത്രി ഡൽഹിയിലായിരുന്നു, നമുക്കറിയാം. പ്രധാനമന്ത്രിയുമായും ആഭ്യന്തരമന്ത്രിയുമായും മറ്റുമുള്ള ചർച്ചകൾ ഇന്നലെയും മിനിഞ്ഞാന്നുമായി ഡൽഹിയിൽ നടന്നിരുന്നു. സംസ്ഥാനത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ വിഷൻ കേന്ദ്ര നേതാക്കളോട് പങ്കുവെക്കുക എന്നുള്ളത് തന്നെയായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനുശേഷം 5 തവണ മാധ്യമങ്ങൾ VD സതീശനെ കണ്ടു. ഡൽഹിയിൽ വെച്ച് 4 തവണയും ഏറ്റവും ഒടുവിൽ കൊച്ചി എയർപോർട്ടിൽ വന്നപ്പോൾ 1 തവണയും മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണം തേടി. പക്ഷേ ഇത്തരം ഈ വിഷയത്തിൽ ഒരു വാക്ക് പോലും പറയാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം അദ്ദേഹത്തിനെതിരെയും CPM ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ED, VD, മോഡി എന്നാണ് CPM കേന്ദ്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം. ED, VD, മോദി ഇവരുടെ ഒരു പങ്കാളിത്തം ഇന്നലത്തെ റെയ്ഡിലുണ്ട് എന്നുള്ള ആരോപണം CPM ഉന്നയിക്കുന്നുണ്ട്. അത് പുച്ഛത്തോടെ കോൺഗ്രസ് തള്ളുന്നുണ്ട് എങ്കിൽ പോലും. നവമി, ഇപ്പോൾ സതീശൻ ഇന്നലെ സംസാരിക്കുന്നില്ല. അദ്ദേഹം എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട് എങ്കിൽ പോലും രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ഈ വിഷയത്തിൽ കൃത്യമായി പ്രതികരിച്ചിരുന്നു. കാരണം ആഭ്യന്തര വകുപ്പാണല്ലോ അവരുടെ വീഴ്ചയാണ് എന്നും മറ്റുമാണല്ലോ ആരോപണം ഉയർന്നിരിക്കുന്നത്. ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും ഈ വിഷയത്തിൽ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം ഉണ്ടായിരുന്നു. എന്താണ് മുഖ്യമന്ത്രി ഈ വിഷയത്തോട് സ്വീകരിക്കുന്ന ഒരു സമീപനം? രഞ്ജിത്ത്, സാധാരണ അതായത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ചോദ്യങ്ങളോട് മൗനം പാലിക്കുന്നതിനെ രൂക്ഷമായി വിമർശിച്ച ഒരു വ്യക്തിയായിരുന്നു അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ. പക്ഷെ ഇന്ന് ആ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് 5 തവണയാണ് മൗനം തുടർന്നുകൊണ്ട്, അല്ലെങ്കിൽ മാധ്യമങ്ങളോട് വെറുതെ ചിരിച്ചു കാണിച്ചുകൊണ്ട് കൈ വീശിക്കൊണ്ട് മുഖ്യമന്ത്രി VD സതീശൻ കാറിൽ കയറി പോയത്. അത് ഡൽഹിയിലും കൊച്ചിയിലുമായി നിരവധി തവണയാണ് ഈ ഒരു ചോദ്യം ചോദിച്ചത്, ആവർത്തിച്ചത്. പ്രത്യേകിച്ച് കേരളത്തിൽ ഇത്രയും കോളക്കം സൃഷ്ടിക്കുന്ന, അല്ലെങ്കിൽ ഇത്രയും വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി അതിൽ വിജിലൻസ് ഈ ആഭ്യന്തരത്തിന് വരെ വീഴ്ച സംഭവിച്ചു എന്ന തരത്തിലൊക്കെ വലിയ ചർച്ചകളൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു ചോദ്യം ഉന്നയിക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയാണ് ഇക്കോട്ടെ മൗനം തുടരുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കാണുമോ, ഇന്ന് ചോദ്യങ്ങൾക്ക് മറുപടി നൽകുമോ എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. എന്തായാലും ഇന്നലെ രാത്രി 10:30 അദ്ദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തി. ഈ ഒരു മുഖ്യമന്ത്രിയുടെ മകളുടെ വീട്ടിലും മുൻ മുഖ്യമന്ത്രിയുടെയും മകളുടെ വീട്ടിലും പിണറായി വിജയനെയും ഒക്കെ വീട്ടിലുമൊക്കെ ഇത്തരത്തിൽ റെയ്ഡ് നടത്തിയില്ല എന്നൊരു ചോദ്യത്തിന് അദ്ദേഹം മൗനം തുടരുകയായിരുന്നു. ഒന്നും മിണ്ടാതെ കാറിൽ കയറി പോവുകയായിരുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ ഡൽഹി സന്ദർശനവും ഈ ഒരു റെയ്ഡിനെയും ഒക്കെ വലിയ ആയുധമാക്കി തന്നെയാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് VD സതീശൻ ഡൽഹിയിലെത്തി മോദിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് പിണറായി വിജയനെ വീട്ടിൽ ഇത്തരത്തിലൊരു റെയ്ഡ് നടത്തുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നാടകീയമായ നീക്കങ്ങൾ നടത്തിയത് അതിൻ്റെയൊക്കെ ഭാഗമാണ് എന്ന തരത്തിലുള്ള രീതിയിലുള്ള പ്രചാരണമാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. എന്തായാലും ഇന്നെങ്കിലും അദ്ദേഹം സംസാരിക്കുമോ, ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നതെന്നാണ് ഉറ്റുനോക്കുന്നത്. തീർച്ചയായും മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇന്നെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം സംസ്ഥാനത്തിൽ അസാധാരണമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി അതിൽ പ്രതികരിക്കേണ്ട, മാധ്യമങ്ങളോട് എല്ലാ വിഷയവും സംസാരിക്കുന്ന ഒരാൾ കൂടിയാണ് നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ന് ആ പ്രതികരണം പ്രതീക്ഷിക്കുകയും ചെയ്തു. പിണറായി വിജയനെതിരായ ED നീക്കത്തിൽ രാഷ്ട്രീയ പ്രതിരോധം ശക്തമാക്കാനൊരുങ്ങുകയാണ് CPM. വിഷയം ഇടതുമുന്നണി നേതൃത്വം ഏറ്റെടുക്കും. ഇന്ന് സംസ്ഥാന വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിൽ ഇടതുമുന്നണിയുടെ പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാകുമെന്നാണ് വിവരം.
പിണറായിക്കെതിരെയുള്ളത് രാഷ്ട്രീയ പകപോക്കലാണെന്നും BJP വിരുദ്ധ രാഷ്ട്രീയ നേതാക്കളെ കേസുകളിൽ കുടുക്കാനുള്ള നീക്കമാണെന്നുമാണ് ഇടതുമുന്നണിയുടെ നിലപാട്. അതേസമയം പോലീസ് വീഴ്ചയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. സാരംഗ് സുധാകരൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. സാരംഗ്, ഇന്നലെ നമ്മൾ ഒരുപാട് സംഭവവികാസങ്ങൾ കണ്ടു തലസ്ഥാനത്ത്. ഏറ്റവും ഒടുവിൽ EDയുടെ കാറ് അടിച്ചു പൊട്ടിക്കുന്ന, ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന, പരിക്കേൽപ്പിക്കുന്ന CPM പ്രവർത്തകരെയും നമ്മൾ കണ്ടു. അവരെ സംരക്ഷിക്കുന്ന പാർട്ടി ഓഫീസും കണ്ടു. സമാനമായി തന്നെ ഈ വിഷയം പൂർണ്ണമായും ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ തന്നെയാണോ CPMന്റെ ഒപ്പം ഇടതുമുന്നണിയുടെ തീരുമാനം? രഞ്ജിത്ത്, തീർച്ചയായും. കാരണം കഴിഞ്ഞ ദിവസം ഉണ്ടായ അക്രമ സംഭവങ്ങൾ CPMന് തിരിച്ചടിയാകുമെന്നൊരു ചിന്തയിൽ നിന്നാണ് ഇപ്പോൾ കൂടുതൽ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകാനുള്ള നീക്കം ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നും വരുന്നത്. കാരണം വലിയ രീതിയിലുള്ള ആക്രമണം സംസ്ഥാനത്ത് ഒട്ടും കേട്ടുകേൾവിയില്ലാത്ത രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസം ED ഉദ്യോഗസ്ഥരെ പ്രതിപക്ഷ നേതാവിന്റെ വീടിന് മുൻപിൽ വെച്ച് വലിയ രീതിയിൽ ആക്രമിക്കുകയും വാഹനത്തിന് കേടുപാട് വരുത്തുകയും ചെയ്തത്. ഇതിൽ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി CPM പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. മാത്രമല്ല ED പരിശോധനയ്ക്ക് ശേഷം മറ്റ് സ്ഥലങ്ങളിൽ നിന്നെല്ലാം യാതൊരുവിധ പ്രകോപനവുമില്ലാതെ, കണ്ണൂരിൽ നിന്നടക്കം യാതൊരുവിധ പ്രകോപനമോ ആക്രമണമോ ഇല്ലാത്ത രീതിയിൽ അവിടെ നിന്നും ED ഉദ്യോഗസ്ഥർ മടങ്ങിപ്പോയിരുന്നു. പക്ഷേ തലസ്ഥാനത്ത് വെച്ച് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത് വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. മാത്രമല്ല പ്രതിപക്ഷ നേതാവിന്റെ വസതിക്ക് മുൻപിൽ വെച്ചാണ്, അതായത് ED വാഹനം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുപിടിക്കുകയാണ് ചെയ്തത്. അതിൽ നിന്ന് 5 പേർക്കെതിരെ ഇന്ന് ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം പോലീസ്, അതായത് ഈ ഒരു ED ഉദ്യോഗസ്ഥർക്ക് സുരക്ഷ ഒരുക്കിയ പോലീസ് ഉദ്യോഗസ്ഥരെയും ഈ പ്രവർത്തകർ ആക്രമിച്ചിരുന്നു. കൂട്ടം ചേർന്നുകൊണ്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളടക്കം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇപ്പോൾ മൊഴി നൽകിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു കേസ് കൂടി ഇന്ന് രജിസ്റ്റർ ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോവും ഒപ്പം ആഭ്യന്തര മന്ത്രാലയവും ഇക്കാര്യത്തിൽ വിശദമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സിറ്റി പോലീസ് കമ്മീഷണർ അവധിയായിരുന്നു. മാത്രമല്ല ഈ ഒരു കാര്യത്തിന്റെ ഒരു ചുമതല, അല്ലെങ്കിൽ ക്രമസമാധാന ചുമതല ഏൽപ്പിച്ചിരുന്നത് റേഞ്ച് DG ആയിരുന്നു. ആ ഒരു ഉദ്യോഗസ്ഥൻ, അതായത് അധികം പരിചയ സമ്പത്തുള്ള ഒരു ഉദ്യോഗസ്ഥനെ അല്ല ഇത്രയും വലിയൊരു സംഭവം നടക്കുമ്പോൾ ക്രമസമാധാന ചുമതല ഏൽപ്പിച്ചത് എന്ന കാര്യത്തിൽ വലിയൊരു വിമർശനവും പോലീസിന്റെ ഭാഗത്തുനിന്ന് പോലീസിനെതിരെ ഉയരുന്നുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന പ്രവർത്തകരെ കണക്കാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പ്രവർത്തകരെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ അളവിലുള്ള പോലീസുകാർ മാത്രമായിരുന്നു ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നത്. ED ഉദ്യോഗസ്ഥരെ ആക്രമണത്തിന് വിട്ടുകൊടുക്കുന്ന രീതിയിലായിരുന്നു പോലീസിന്റെ ഒരു നീക്കം. പരിപൂർണ്ണ പരാജയമായിരുന്നു കഴിഞ്ഞ ദിവസം തലസ്ഥാനത്തെ പോലീസിന്റെ നീക്കങ്ങൾ എന്ന് തന്നെ വേണമെന്ന് പറയാം. പക്ഷെ അതിനുശേഷം വലിയ രീതിയിൽ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിൽ കയറിക്കൊണ്ട് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ഉണ്ടായിരുന്നെങ്കിലും അതിലും പാർട്ടി പ്രതിരോധം തീർക്കുകയും പിന്നീട് പ്രവർത്തകർ സ്വമേധയാ കീഴടങ്ങുകയായിരുന്നു. അവരെയാണ് ഇന്ന് 10 മണിയോടുകൂടി റിമാൻഡ് ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല ആഭ്യന്തര മന്ത്രാലയം അടക്കം റിപ്പോർട്ട് തേടിയ സ്ഥിതിക്ക് കൂടുതൽ ശക്തമായ നിയമ നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിൽ പാർട്ടി എങ്ങനെ പ്രതിരോധം തീർക്കും, മാത്രമല്ല വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്കും ജില്ലാ കമ്മിറ്റി, ജില്ലാ നേതൃത്വത്തിലടക്കം വലിയ രീതിയിലുള്ള പ്രക്ഷോഭം പദ്ധതി ഇടുമ്പോൾ പോലും കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണ സംഭവങ്ങൾ പാർട്ടി ഏത് രീതിയിൽ ന്യായീകരിക്കുമെന്നുള്ളൊരു ചോദ്യം കൂടി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. രഞ്ജിത്ത്, ഒപ്പം ഈ CPM ആണ് ഇന്നലെ പ്രക്ഷോഭ രംഗത്ത് സംസ്ഥാനത്തുടനീളം ഉണ്ടായിരുന്നത്. രാത്രിയിൽ പന്തം കൊളുത്തി പ്രകടനവും മറ്റും സംസ്ഥാന വ്യാപകമായി ഉണ്ടായിരുന്നു. ഇടതുമുന്നണിയുടെ ഒരു നിലപാട്, ഇടതുമുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടികളായ CPIയും മറ്റ് ഘടകകക്ഷികളുടെയൊക്കെ നിലപാടെന്താണ്? സംയുക്തമായിട്ടുള്ള ഒരു പ്രക്ഷോഭം ആണോ ഇന്ന് സംഭവിക്കുക, അതോ CPM മാത്രമാണോ ഇപ്പോൾ ഈ കാര്യങ്ങളിൽ മുന്നോട്ട് വന്നിരിക്കുന്നത്? രഞ്ജിത്ത്, ഇതിൽ CPM മാത്രമല്ല ഇടതുമുന്നണിയുടെ ഭാഗത്തുനിന്നടക്കം, അതായത് മറ്റ് ഘടകകക്ഷികളുടെ ഭാഗത്തുനിന്നടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ പദ്ധതി ഇടുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വലിയ രീതിയിലുള്ള ഒരു കടന്നാക്രമണം, അല്ലെങ്കിൽ പ്രതിപക്ഷ BJP ഇതര പാർട്ടികൾക്കെതിരെ, അതിനെതിരെ ആ ഒരു ആശയത്തിനെതിരെ നിൽക്കുന്ന പാർട്ടികൾക്കെതിരെയുള്ള ഒരു രാഷ്ട്രീയ പകപോക്കലാണ് ഇത് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ വലിയ രീതിയിൽ എല്ലാ നേതാക്കന്മാരും പ്രതികരിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു രാഷ്ട്രീയ പ്രതിരോധത്തിൽ CPM മാത്രം രംഗത്തിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് ഗുണം ചെയ്യില്ല എന്നാണ് ഇപ്പോൾ CPM വിലയിരുത്തുന്നത്. കാരണം വലിയ രീതിയിലുള്ള ഒരു എതിർവികാരം, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ കടന്നാക്രമിക്കുന്ന തരത്തിലേക്കുള്ള ഒരു രീതി അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും അത് CPMനെ പ്രതിരോധത്തിലാക്കുന്ന സ്ഥിതിക്ക് അത്തരത്തിലുള്ള ഒരു നിന്നുള്ള ഒരു പ്രതിരോധം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കടക്കും. അതിനുശേഷം ഘടകകക്ഷികളുമായി ചേർന്നുകൊണ്ട് വലിയ പ്രതിഷേധവും ഇന്നും തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഏരിയ കമ്മിറ്റികൾ, ലോക്കൽ ഏരിയ കമ്മിറ്റികളിൽ ഇത്തരത്തിലുള്ള പന്തം കൊളുത്തി പ്രകടനമടക്കം നടത്തിയിരുന്നു. പക്ഷേ അത് ഇനി ജില്ലാതലത്തിലേക്കും
സംസ്ഥാന തലത്തിലേക്ക് അടക്കം വ്യാപിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് ഇന്ന് തൊട്ട് നടക്കുന്നത്. കാരണം വലിയ പ്രതിരോധത്തിലായിട്ടുള്ള ഒരു മുന്നണി ഇപ്പോൾ എങ്ങനെ ഇതിൽ നിന്ന് മറികടക്കാം? കാരണം വലിയൊരു പരാജയം നേരിട്ടു. അതിനുശേഷമാണ് ഈ ഒരു ഇഡിയുടെ റെയ്ഡ് വരുന്നത്. അതും മുഖ്യമന്ത്രിയുടെ ഡൽഹി സന്ദർശനത്തിനിടെയാണ്. ഇതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു പ്രതിരോധം തീർക്കുക, അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഇന്നും ഇനി വരുന്ന ദിവസങ്ങളിലും CPM-ഉം ഒപ്പം തന്നെ ഘടകകക്ഷികളും ഇടതു മുന്നണി അടക്കം മുന്നോട്ട് വെക്കുന്ന ഒരു നീക്കം. രഞ്ജിത്ത്, തീർച്ചയായും ഇപ്പോൾ ഏത് തരത്തിലാണ് ഈ വിഷയങ്ങളെ ഇനി CPM സമീപിക്കുക എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഏതായാലും പൊതുവെ ചർച്ചയാകുന്നത് സമാനമായ വിഷയം, സമാനമായ കേസും കാര്യങ്ങളുമൊക്കെ കേന്ദ്ര ഏജൻസികൾ മുൻ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരെ, ബിനീഷ് കോടിയേരിക്കെതിരെ സ്വീകരിച്ചപ്പോൾ പാർട്ടി എടുത്ത നിലപാടാണോ ഇപ്പോൾ പിണറായി വിജയന്റെ മകൾ ഇത്തരം കാര്യങ്ങളിൽ പോയി കുടുങ്ങുമ്പോൾ സ്വീകരിക്കുന്നത് എന്നുള്ള ചോദ്യം പാർട്ടി അണികൾക്കിടയിൽ കാര്യമായി തന്നെയുണ്ട്. ഇന്നലത്തെ പ്രക്ഷോഭത്തിന് അതേ ബിനീഷ് കോടിയേരി തന്നെ മുന്നിലുണ്ടായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. നമുക്ക് മറ്റു വാർത്തയിലേക്ക് പോകണം. US-നും ഇറാനും ഇടയിൽ വീണ്ടും സംഘർഷം. ഹോർമുസ് കടക്കാൻ ശ്രമിച്ച ഒരു അമേരിക്കൻ ടാങ്കർ നേരെ IRGC വെടിയുതിർത്തു. പകരം ഇറാനിലെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തി US. 4 ഇറാനിയൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടു. തെക്കൻ നഗരമായ ബന്ദർ അബ്ബാസിലും ആക്രമണമുണ്ടായി. സമ്പുഷ്ടീകരിച്ച യുറേനിയം പൂർണ്ണമായും ഉപേക്ഷിച്ചാലും ഇറാനുമേലുള്ള സാമ്പത്തിക ഉപരോധങ്ങളിൽ പിന്നോട്ടില്ല എന്ന് ട്രംപ് വ്യക്തമാക്കുകയാണ്. ഹോർമുസിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ഒമാനെയും ആക്രമിക്കുമെന്നും ട്രംപിന്റെ ഭീഷണിയുണ്ട്. It's going to be open to everybody. It's international waters. Nobody's going to control it. We're going to watch over it. We'll watch over it, but nobody's going to control it. That's part of the negotiation that we have. They would like to control it. Nobody's going to control it. It's international waters, and Oman will behave just like everybody else, and we'll have to blow them up. They understand that. They'll be fine. ഇപ്പോൾ ട്രംപിന്റെ വീണ്ടും ഭീഷണിയാണ്. സമാധാന ചർച്ചകൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുമ്പോഴാണ് ഇത്തരം ഭീഷണികളും നടപടികളുമായി ട്രംപ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അത് ഈ സമാധാന ശ്രമങ്ങളെ എത്രത്തോളം സഹായകരമാക്കുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. അജയ് സുധ ബിജു ഉണ്ട്. അജയ്, കഴിഞ്ഞ ദിവസം 2 ദിവസം മുൻപ് സമാനമായ ആക്രമണം ഇറാനിന്റെ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ഹോർമുസിന് സമീപത്തുള്ള ഇറാൻ നഗരങ്ങളിൽ സംഭവിച്ചിരുന്നു. അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടാകുന്നത്. ഇറാനും പ്രത്യാക്രമണം നടത്തിയെന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്താണ് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ സാഹചര്യം? രഞ്ജിത്ത്, 2 ദിവസം മുൻപേ ആക്രമണങ്ങൾ നടന്നപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ കാര്യമായിട്ടുള്ള ആക്രമണങ്ങളുടെ രൂപത്തിൽ ഉണ്ടായിരുന്നില്ല. ഇറാൻ പറഞ്ഞത് അനാവശ്യമായിട്ടുള്ള ആക്രമണം അമേരിക്ക ഇറാനിയൻ തീരത്ത് നടത്തി, ഇതിന് തക്കതായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകും എന്നുള്ള ഒരു പ്രസ്താവന ഇറക്കുക മാത്രമാണ് ചെയ്തത്. എന്നാൽ അന്നും US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കിയത് ഒരു സ്വയം പ്രതിരോധം എന്നുള്ള നിലയിലായിരുന്നു US ഇത്തരം ആക്രമണം നടത്തിയത് എന്നാണ്. ഇന്ന് രാവിലെ നമ്മൾ വീണ്ടും സമാനമായിട്ടുള്ള രീതിയിൽ 2 ദിവസം മുൻപേ എങ്ങനെയാണോ ആക്രമണം നടന്നത് അതുപോലെ തന്നെ ഇന്ന് വീണ്ടും ആക്രമണ വാർത്ത കേൾക്കുകയാണ്. ഇറാന്റെ തെക്കൻ നഗരമായിട്ടുള്ള ബന്ദർ അബ്ബാസിൽ തന്നെയാണ് വീണ്ടും ഒരു ആക്രമണം നടന്നത്. ഇപ്പോൾ ഇറാനിലുള്ള സൈനിക കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് അമേരിക്കയുടെ ആക്രമണം നടന്നതെന്നാണ് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. മാത്രമല്ല 4 ഇറാനിയൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായിട്ടും വിവരമുണ്ട്. ഹോർമുസ് കടലിടുക്ക് കേന്ദ്രീകരിച്ചും മറ്റ് വെടിവെപ്പുകളും ആക്രമണങ്ങളും ഉണ്ടായതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇറാന്റെ ഒരു ഔദ്യോഗിക മാധ്യമമായിട്ടുള്ള തസ്നിം ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊരു വിധത്തിലാണ്. അവർ പറയുന്നത് ഈ ഹോർമുസ് കടലിടുക്കിലൂടെ റഡാർ ഓഫ് ചെയ്തുകൊണ്ട് യാത്ര ചെയ്യാൻ ശ്രമിച്ച ഒരു അമേരിക്കൻ ടാങ്കറിന് നേരെ IRGC വെടിയുതിർത്തിരുന്നു. അപ്പോൾ ഈ വെടിവെപ്പ് കാരണമാണ് അമേരിക്ക ഇറാനിയൻ തീരങ്ങളിൽ ആക്രമണം നടത്തിയതെന്നാണ് തസ്നിം ന്യൂസ് ഏജൻസി പറയുന്നത്. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇത്തരമൊരു നറേറ്റീവ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. 2 ദിവസം മുൻപേയും അമേരിക്ക സമാനമായിട്ടുള്ള രീതിയിൽ സ്വയം പ്രതിരോധം എന്നുള്ള നിലയിലാണ് ഇറാനിലേക്ക് ആക്രമണം നടത്തിയതെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അന്ന് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇന്ന് ഇറാനിലെ ഒരു മാധ്യമം തന്നെ സ്ഥിരീകരിക്കുകയാണ് ആദ്യം ഇറാന്റെ ഭാഗത്തു നിന്നാണ് ആക്രമണം ഉണ്ടായത്, അതിനുശേഷം അമേരിക്ക തിരിച്ചടിച്ചതാണെന്ന് ഇറാനിലെ ഒരു വാർത്താ ഏജൻസി തന്നെ പറയുന്നു എന്ന ഒരു പ്രത്യേക സാഹചര്യം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും സംഘർഷം ഇത് ഒരു വീണ്ടും ഒരു അധികം ഇടവേളകളില്ലാതെ ഒരു 2ാം ദിവസം കൂടി സമാനമായിട്ടുള്ള രീതിയിൽ ആക്രമണം നടന്നിരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും സമാധാന ചർച്ചകൾക്ക് ഒരു വലിയ ഭീഷണി തന്നെയാണ്. ഇനി നമുക്ക് സമാധാന ചർച്ചകളിലേക്ക് വന്നാൽ അവിടെയും പ്രതിസന്ധികൾ രൂക്ഷമാണ്. അമേരിക്കയും ഇറാനും 2 തരത്തിലുള്ള നറേറ്റീവുകളാണ് ഈ സമാധാന ചർച്ചകളെ സംബന്ധിച്ച് പുറത്തുവിടുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും.
ഇറാനിലെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിട്ടുണ്ട്. ഇത് പ്രകാരം അടുത്ത 30 ദിവസത്തിനുള്ളിൽ ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലും അതുപോലെ ഇറാനിയൻ കപ്പലുകൾക്ക് മേലുമുള്ള ഉപരോധം ഹോർമുസ് കടലിടുക്കിൽ അവസാനിപ്പിച്ചാൽ ഈ സംഘർഷങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപുള്ള രീതിയിലേക്ക് ഹോർമുസ് തുറക്കുമെന്നാണ് ഇറാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ സംഘർഷം ആരംഭിക്കുന്നതിന് മുൻപ് ഹോർമുസ് കടലിടുക്കിലൂടെ എല്ലാ കപ്പലുകൾക്കും സുഗമമായി യാത്ര ചെയ്യാൻ സാധിക്കുമായിരുന്നു. ആ ഒരു നിലയിലേക്ക് ഹോർമുസ് തുറക്കും എന്നാണ് ഇറാന്റെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ അമേരിക്ക ഇത്തരമൊരു റിപ്പോർട്ട് നിലവിൽ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇത് അസത്യമാണെന്ന് അമേരിക്ക സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പകരം ട്രംപിന്റെ ഭാഗത്ത് നിന്നാണ് ഇപ്പോൾ ചില സ്ഥിരീകരിക്കാൻ സാധിക്കുന്ന വിവരങ്ങൾ വരുന്നത്. ട്രംപ് കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൽ വെച്ച് നടന്ന ക്യാബിനറ്റ് മീറ്റിംഗിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇറാനിലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ അവർ തയ്യാറായാലും ഇറാന് മേലുള്ള ഉപരോധങ്ങൾ അവസാനിപ്പിക്കില്ല എന്നാണ്. പക്ഷേ ഇതിനു മുൻപേ ട്രംപ് പറഞ്ഞിരുന്നത് ഈ ആണവ വിഷയങ്ങളിൽ ഒരു ഉടമ്പടി ഇറാൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഉപരോധങ്ങൾ പിൻവലിക്കുമെന്നാണ്. എന്നാൽ ഇപ്പോൾ ട്രംപ് തീർത്തും പറയുന്നു ഈ ഇറാനി ആണവ വിഷയങ്ങളിൽ പ്രത്യേകിച്ച് സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയാലും ഈ ഉപരോധങ്ങൾ പ്രത്യേകിച്ച് കപ്പലുകൾക്ക് മേലുള്ള ഉപരോധമാണെങ്കിലും ഹോർമുസ് കടലിടുക്കിലെ ഉപരോധമാണെങ്കിലും മറ്റ് അന്താരാഷ്ട്ര തലത്തിലുള്ള സാമ്പത്തിക ഉപരോധങ്ങളാണെങ്കിലും പിൻവലിക്കില്ല എന്ന് തന്നെ ട്രംപ് ഇവിടെ തീർത്തും പറഞ്ഞിരിക്കുന്നു. ഇതും സമാധാന ചർച്ചകൾക്ക് ഒരു വലിയ ഭീഷണിയാണ്. മാത്രമല്ല ട്രംപ് പറയുന്ന മറ്റൊരു കാര്യം ഇറാൻ എത്രയും വേഗം അമേരിക്കയുടെ വ്യവസ്ഥകൾ അംഗീകരിക്കണം, ഇല്ലെങ്കിൽ തങ്ങൾ എന്താണോ ശരിയെന്ന് വിശ്വസിക്കുന്നത് ആ രീതിയിൽ, അതായത് വേണമെങ്കിൽ ആക്രമണം നടത്തിയാണെങ്കിലും ഒരു ഡീലിലേക്ക് എത്താൻ തങ്ങൾക്ക് അറിയാം എന്നൊരു ഭീഷണി കൂടി ട്രംപ് മുഴക്കുന്നുണ്ട്. മാത്രമല്ല ട്രംപിന്റെ ഏറ്റവും പുതിയൊരു ഭീഷണി എന്ന് പറഞ്ഞാൽ ഒമാന് നേരെയാണ്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. നേരത്തെ ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു. അത് പ്രകാരം ഒമാനും ഇറാനും കൂടി സംയുക്തമായി ഹോർമുസ് കടലിടുക്ക് നിയന്ത്രിക്കും എന്നതായിരുന്നു അത്തരം റിപ്പോർട്ടുകൾ. എന്നാൽ ഇതിൽ ഒമാന്റെ ഭാഗത്ത് നിന്ന് സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല. ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ഈ ടോൾ നടപടികൾ അത് ഒമാനും കൂടി ചേർന്നായിരിക്കും നടപ്പിലാക്കുന്നത്. ഇനി ഈ ഹോർമുസ് കടലിടുക്കിന് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള 2 രാജ്യങ്ങൾ ചേർന്നായിരിക്കും ഈ പാത നിയന്ത്രിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളായിരുന്നു നേരത്തെ പുറത്തു വന്നിരുന്നത്. എന്നാൽ ഇതിൽ ഇറാൻ ഒരു സ്ഥിരീകരണം നടത്തിയിട്ടില്ല, ഒമാനും ഒരു സ്ഥിരീകരണം നടത്തിയിട്ടില്ല. അത് നമ്മൾ ഓർത്തിരിക്കണം. പക്ഷേ ട്രംപ് ഇപ്പോൾ അത്തരമൊരു സ്ഥിരീകരിക്കാത്ത വാർത്തയുടെ പുറത്ത് ഒമാന് മേലൊരു ഭീഷണി മുഴക്കുകയാണ്. ഒമാൻ ഹോർമുസ് കടലിടുക്കിൽ എന്തെങ്കിലും തരത്തിലുള്ള നിയന്ത്രണം കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അവർക്ക് മേലും ആക്രമണം നടത്തും എന്നതാണ് ട്രംപിന്റെ ഭീഷണി. ശരി, ബിജുവാണ് ഇപ്പോൾ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും സമാധാനം അകലെയാണ് എന്നുള്ള സൂചനകൾ തന്നെയാണ്. പ്രകോപനമായി ട്രംപ് വീണ്ടും രംഗത്ത് വരുന്ന പശ്ചാത്തലം ഈ മേഖലയിലെ സമാധാന ശ്രമങ്ങളുടെ പുരോഗതിക്ക് വലിയ വിഘാതമാകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. അത്യന്തം ശക്തമായ നിയമ സംവിധാനങ്ങളാണ് ഇഡിക്ക് നൽകിയിട്ടുള്ളത്. ന്യൂഡൽഹിയിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ ഏജൻസിയുടെ തലപ്പത്ത് നിലവിൽ ഡയറക്ടർ പദവി വഹിക്കുന്നത് ഇന്ത്യൻ റവന്യൂ സർവീസ് ഉദ്യോഗസ്ഥനായ രാഹുൽ നവീനാണ്. ഇന്ത്യൻ റവന്യൂ സർവീസ് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലുമായി ഇന്ന് ബലിപ്പെരുന്നാൾ. നാടെങ്ങും വിപുലമായ ആഘോഷത്തിലാണ് വിശ്വാസികൾ. CB അനുമോദും സാരംഗും ചേരുകയാണ്. അനുമോദ്, വിശ്വാസികളുടെ സംഗമം, കൂട്ടായ്മ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, പ്രാർത്ഥനയുടെ നാളുകൾ, നിമിഷങ്ങൾ, എന്തൊക്കെയാണ് ചടങ്ങുകൾ? CB അനുമോദ് അല്പസമയത്തിനകം ചേരും. വിശ്വാസികൾ ഇന്ന് ബലിപ്പെരുന്നാൾ ആഘോഷിക്കുകയാണ്. സ്നേഹത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ, പ്രാർത്ഥനയുടെ നാളുകളാണ്, മണിക്കൂറുകളാണ്. തിരുവനന്തപുരത്തും മലപ്പുറത്തും നിന്നുള്ള ദൃശ്യങ്ങൾ, ഈദ്ഗാഹുകളിലും പള്ളികളിലും മറ്റുമായി നടക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സാരംഗ് ചേരുന്നു. സാരംഗ്, വിവരങ്ങൾ. രഞ്ജിത്ത്, പാളയം പള്ളിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ കുറച്ച് ദിവസമായി രാവിലെ മഴയാണ്. ഇന്നും ഒരു കാലവർഷത്തിന്റെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പുറമേ നിന്നുള്ള നിസ്കാരത്തിന് പകരം പള്ളിക്കകത്ത് നിന്നാണ് നിസ്കാരം, ഈ വലിയ പെരുന്നാളിലെ നിസ്കാരം നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ തിരക്ക് രാവിലെ തന്നെ വിശ്വാസികളെല്ലാം പാളയം പള്ളിയിലേക്ക്, വളരെ പ്രധാനപ്പെട്ട പള്ളി ആയതുകൊണ്ട് തന്നെ ഇവിടത്തേക്ക് വിശ്വാസികളുടെ ഒരു ഒഴുക്ക്
നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മഴ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തവണ പള്ളിക്ക് അകത്ത് വെച്ചുകൊണ്ടുള്ള നിസ്കാരം നടക്കുന്നത്. നമുക്കറിയാം, വലിയ ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രധാനപ്പെട്ട ഒരു ആഘോഷ ദിവസമാണ് ഇന്ന് ഇപ്പോൾ നടക്കുന്നത്. ലോകത്തെമ്പാടുമുള്ള മതവിശ്വാസികൾ ഈദ്ഗാഹുമായി ബന്ധപ്പെട്ട വലിയ ആഘോഷങ്ങൾക്കും മറ്റും അതിലേക്ക് കടക്കുന്നതിന്റെ തുടക്കമായിട്ടാണ് ഇന്ന് രാവിലെ തന്നെയുള്ള ഈ ഒരു നിസ്കാരത്തിലേക്ക് കിടക്കുന്നത്. നമുക്കറിയാം, ഒരു സ്മരണയുടെ ഒരു ദിനം കൂടിയാണ്. അതായത് മകനെ ബലി നൽകുന്നതിന് പകരം മൃഗബലി നൽകുക എന്നൊരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ വലിയൊരു ത്യാഗത്തിന്റെ വലിയൊരു സന്ദേശം നൽകിക്കൊണ്ടുള്ള ഒരു ആഘോഷം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇന്നത്തെ ദിവസം. ചെറിയ പെരുന്നാളടക്കം അറിയാം, നമുക്ക് വലിയ ആഘോഷമായി നടന്നിരുന്നു. അതിന്റെ തുടർച്ചയായി വലിയ പെരുന്നാൾ പുണ്യ ദിവസമായിട്ടുള്ള ബക്രീദ് അഥവാ ഈദുൽ അദ്ഹ ഇന്ന് സംസ്ഥാനത്തുടനീളം മറ്റെല്ലാ ജില്ലകളിലും പ്രധാനപ്പെട്ട പള്ളികളിലെല്ലാം പുറമെ മറ്റു സ്ഥലങ്ങളിലും കാലാവസ്ഥ അനുസരിച്ച് തന്നെ മറ്റു സ്ഥലങ്ങളിൽ ഇപ്പോൾ നിസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനായാലും വൈകാതെ തന്നെ 7:30 ഇവിടെ നിസ്കാരം ആരംഭിക്കുക. ഉടൻ തന്നെ വലിയ പെരുന്നാൾ നിസ്കാരത്തിലേക്ക് കടക്കുന്നുണ്ട്. ശരി, സാരംഗാണ് തിരുവനന്തപുരം പാളയം പള്ളിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. വിശ്വാസികൾ വലിയ പെരുന്നാളിൻ്റെ നിറവിലാണ്. അനുമോദ്, എന്തൊക്കെയാണ് മലപ്പുറത്തെ ഇന്ന് പെരുന്നാൾ ദിനത്തിലെ കാഴ്ചകൾ? രഞ്ജിത്ത്, നമ്മളുള്ളത് മലപ്പുറം മഅ്ദിൻ ഗ്രാൻഡ് ജുമാ മസ്ജിദിലാണ്. നമുക്കിവിടെ കാണാം ഈദ് ഗാഹിനായിട്ടുള്ള ആളുകളുടെ ഒരു വലിയ സംഗമം തന്നെ ഈ ഒരു പള്ളിയിലേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 7:30-ക്ക് ശേഷമായിരിക്കും ഇവിടെ പെരുന്നാൾ നിസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. വലിയ തോതിൽ തന്നെ ആളുകളൊക്കെ എത്തിച്ചേരുന്ന മലപ്പുറത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളികളിൽ ഒന്നുകൂടിയാണ് മഅ്ദിൻ ഗ്രാൻഡ് ജുമാ മസ്ജിദ്. പുരോഹിതന്മാർ എത്തിത്തുടങ്ങുകയാണ്. സമയത്തിൻ്റെ തന്നെ പ്രത്യേക പ്രാർത്ഥനകൾ ആരംഭിക്കും. അതിലുള്ള അചഞ്ചലമായ ഭക്തിയുടെയും അടയാളമായിട്ടാണ് വലിയ പെരുന്നാൾ ദിനത്തെ അടയാളപ്പെടുത്തുന്നത്. ഇബ്രാഹിം നബി ഇസ്മായിലിന്റെ ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം ബലി കൊടുക്കാൻ തയ്യാറെടുക്കുകയും അങ്ങനെ ഈ പീഠത്തിന് തൊട്ടടുത്ത് വെച്ച് അദ്ദേഹത്തിന്റെ ഭക്തിയിൽ സംപ്രീതനായ ദൈവം പകരം ഒരാടിനെ ബലി നൽകിയാൽ മതിയെന്ന് നിർദ്ദേശിക്കുകയും അങ്ങനെ ആ ഒരു വിശ്വാസമാണ് ബലിപെരുന്നാളിന്റെ അടിസ്ഥാനമായിട്ട് ഇസ്ലാം മതവിശ്വാസികൾ ആചരിക്കുന്നത്. എന്താണെങ്കിലും ഇപ്പോൾ ഇവിടെ പള്ളിയിലേക്ക് ഗ്രാൻഡ് ജുമാ മസ്ജിദിലേക്ക് പ്രധാനപ്പെട്ട പുരോഹിതരെല്ലാം തന്നെ എത്തിച്ചേർന്നിരിക്കുന്നു. പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. രഞ്ജിത്ത്, എല്ലാവർക്കും സ്നേഹപൂർണമായ മലപ്പുറത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ, പള്ളികളിൽ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. പ്രാർത്ഥനയുടെയും വിശ്വാസത്തിൻ്റെയും നിറവിലാണ് വലിയ പെരുന്നാൾ വിശ്വാസികൾ ആഘോഷിക്കുന്നത്. മുൻപത്തെ ഭൂമി വഖഫ് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയത് വേദനാജനകമായ കാര്യമെന്ന് ജോസ് കെ മാണി. മതസൗഹാർദ്ദം തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് സംശയമുണ്ട്. മുഖ്യമന്ത്രിക്ക് ആർജവമുണ്ടെങ്കിൽ വഖഫ് ബോർഡ് പിരിച്ചുവിടണമെന്നും ജോസ് കെ മാണി ആവശ്യപ്പെട്ടു. ഇപ്പോൾ അത് വഖഫിൻ്റെ സ്വത്തുക്കളുടെ രജിസ്ട്രി പോർട്ടലിൽ അത് ഉൾപ്പെടുത്തി എന്ന് പറയുമ്പോൾ വളരെ വളരെ വേദനാജനകമാണ്. കാരണം ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ട ടാക്സ് അവരടച്ചിട്ടില്ല, കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കൈവശ അവകാശം പൊസഷൻ ഇല്ല, പോക്കുവരവ് നടത്തിയിട്ടില്ല. ഈ 3 കാരണങ്ങളാൽ തന്നെ ഒരു കാരണവശാലും ഇത് രജിസ്റ്റർ ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു മതസൗഹാർദ്ദം ടുവേഴ്സ് എൻഡ് ഗവൺമെൻറ്റൊക്കെ മാറുന്ന ഘട്ടത്തിൽ മതസൗഹാർദ്ദം തകർക്കുവാനുള്ള ചിലരുടെ ഉദ്ദേശം തന്നെയായിരിക്കാം. ഒരു കാര്യമുള്ളത് നമുക്കറിയാം, ഇപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവെന്നൊക്കെ നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് സെറ്റിൽ ചെയ്യാമെന്ന് പറയുകയുണ്ടായി. അങ്ങനെ സെറ്റിൽ ചെയ്യാനുള്ള ആർജവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ബോർഡ് തന്നെ പിരിച്ചുവിടട്ടെ, ഇത് പിൻവലിപ്പിക്കണം. അതാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടത്. എന്താകട്ടെ, അവിടെയുള്ള ഒരാളെ ഒരു കുടുംബത്തിനെ പോയി ഒഴിവാക്കാൻ പാടില്ല. അത് ഏത് തരത്തിലുള്ള തീരുമാനമായാലും അതിന് കേരള കോൺഗ്രസിൻ്റെ പൂർണ്ണ പിന്തുണയില്ല. ആരുടെ കൂടെയാണ് എത്രയോ വർഷങ്ങളായി അവിടെ താമസിക്കുന്ന ആ പാവപ്പെട്ട കുടുംബങ്ങളെ ഒരാളെ പോലും ഇറക്കിവിടാൻ സമ്മതിപ്പിക്കില്ല. അതിൻ്റെ ഒരു നിയമ ഭേദഗതിയോ എന്താണോ നടത്തേണ്ടത് നടത്തിക്കോട്ടെ, കേരള കോൺഗ്രസിൻ്റെ പിന്തുണയുണ്ട് തീർച്ചയായിട്ടും. അല്ല, ഇതിപ്പോൾ അത് വളരെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് മനസ്സിലാക്കട്ടെ.
ജസ്റ്റ് ബ്രിമ്മിൽ നിൽക്കുമ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞ എന്ത് ഉദ്ദേശത്തിലാണ്? LDF സർക്കാർ നിയമിച്ച വഖഫ് ബോർഡിനെതിരെയാണ് LDFിലെ പ്രധാന ഘടകകക്ഷിയായ ജോസ് കെ മാണി സംസാരിച്ചത് എന്നതുകൂടി പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുകയാണ്. സൗദി ജയിലിൽ 20 വർഷമായി കഴിഞ്ഞു വരുന്ന അബ്ദുൾ റഹീം ഇന്ന് നാട്ടിലെത്തും. എയർ ഇന്ത്യ എക്സ്പ്രസിൽ അല്പസമയത്തിനകം ഒരുപക്ഷെ 7:35 എയർ ഇന്ത്യ എക്സ്പ്രസ് ലാൻഡ് ചെയ്യുക. ഒരുപക്ഷെ കരിപ്പൂർ വിമാനത്താവളത്തിലാണ്. താമസമില്ലെങ്കിൽ അല്പസമയത്തിനകം തന്നെ കരിപ്പൂരിലേക്ക് കേരളത്തിൻ്റെ മണ്ണിൽ 20 വർഷത്തിന് ശേഷം അബ്ദുൾ റഹീം ഇറങ്ങുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. കരിപ്പൂർ വിമാനത്താവളത്തിലേക്കാണ് എത്തുക. ജയിൽ ഉദ്യോഗസ്ഥർ റഹീമിനെ സൗദി എയർപോർട്ടിൽ എത്തിച്ച് എമിഗ്രേഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. റഹീമിൻ്റെ പവർ ഓഫ് അറ്റോർണി സിദ്ദിഖ് തൂവൂരും കുടുംബവും റഹീമിനോടൊപ്പം എത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. റഹീമിൻ്റെ വരവിനായി കാത്തിരിക്കുകയാണ് കുടുംബം. കർണാടകയിൽ നേതൃമാറ്റത്തിന് സാധ്യത തെളിയുന്നു. ഇന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മന്ത്രിമാരെ പ്രഭാത ഭക്ഷണത്തിന് ഔദ്യോഗിക വസതിയായ കാവേരിയിലേക്ക് വിളിച്ചിട്ടുണ്ട്. നേതൃമാറ്റമുണ്ടായാൽ മുഖ്യമന്ത്രി അയക്കാവുന്ന നിലവിലെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും പ്രഭാത ഭക്ഷണത്തിനെത്തും. സിദ്ധരാമയ്യ ഇന്ന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചേക്കുമെന്നാണ് വിവരം. VV വിനോദ് ചേരുന്നു. വിനോദ്, ഒരുപാട് നാളായി വഴങ്ങാതെ ഇരുന്ന ഒരു നേതാവാണ് സിദ്ധരാമയ്യ. 2.5 വർഷമെന്ന കാലാവധി പറഞ്ഞിരുന്നുവെന്ന് DK ക്യാമ്പ് പറയുന്നു. ഇപ്പോൾ രാജ്യസഭയിലേക്ക് സിദ്ധരാമയ്യ പോകുമെന്ന് പറയുന്നു. മറ്റെന്തൊക്കെ കാര്യങ്ങൾ ഉറപ്പാക്കിയാണ് സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നത്? രഞ്ജിത്ത്, മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സിദ്ധരാമയ്യ നടത്തിയിരുന്നു. 2.5 വർഷമായിരുന്നു നേരത്തെ ഉള്ള ധാരണ അനുസരിച്ച് ഉള്ള സമയം നിശ്ചയിച്ചിരുന്നത്. പക്ഷേ 2.5 വർഷം കഴിഞ്ഞിട്ടും സിദ്ധരാമയ്യ ഒഴിയാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയിരുന്നില്ല. DK ശിവകുമാർ ആകട്ടെ ആദ്യം മുതൽ തന്നെ ഉരസി നിൽക്കുകയാണ്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദത്തോട് താല്പര്യമുണ്ട്. തിരഞ്ഞെടുപ്പ് സമയത്ത് വലിയ പ്രചരണത്തിൻ്റെ മുമ്പിൽ നിന്നത് DK ആണ്. മാത്രമല്ല കർണാടകയ്ക്ക് പുറത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെല്ലാം തന്നെ വലിയ ആവേശം നൽകുന്ന ഒരു നേതാവാണ് DK ശിവകുമാർ. അദ്ദേഹത്തിന് നേരെ ഇപ്പോൾ EDയുടെയൊക്കെ നമുക്കറിയാം കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന അത്തരത്തിലുള്ള നടപടികളൊക്കെ നേരിട്ട ഒരു നേതാവാണ്. അദ്ദേഹത്തിന് വലിയ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു. അതെല്ലാം തന്നെ അതിജീവിച്ചാണ് DK ശക്തനായി കോൺഗ്രസിൽ നിൽക്കുന്നത്. ഒരുപക്ഷെ BJPയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള നീക്കമായിരുന്നു. അദ്ദേഹത്തിന് മുകളിലുള്ള സമ്മർദ്ദങ്ങൾ, അന്വേഷണങ്ങൾ എന്നൊക്കെയുള്ള വാർത്തകൾ ആ സമയത്ത് വന്നതാണ്. പക്ഷേ അതെല്ലാം അതിജീവിച്ച് കോൺഗ്രസിനെ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോയി എന്നൊരു വികാരം തന്നെയാണ് പൊതുവിൽ പ്രവർത്തകർക്കിടയിലുള്ളത്. അങ്ങനെ DK വരും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ പരമേശ്വരയെ മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കമാണ് ഏറ്റവും ഒടുവിൽ പോലും സിദ്ധരാമയ്യ ക്യാമ്പിൽ നിന്നുണ്ടായത്. കാരണം ശിവകുമാറിനെ ആക്കാതിരിക്കുക, താൻ ഒഴിയുകയാണെങ്കിൽ പരമേശ്വര വരട്ടെ എന്നൊരു നിലപാടിലേക്ക് സിദ്ധരാമയ്യ പോവുകയായിരുന്നു. സിദ്ധരാമയ്യ ഒഴിയുമ്പോഴും അദ്ദേഹത്തിനും ചില വാഗ്ദാനങ്ങളുണ്ട്. ഒന്ന് രാജ്യസഭാ അംഗത്വമാണ്, PCC അധ്യക്ഷ സ്ഥാനമുണ്ട്, അതിപ്പോൾ DK ശിവകുമാറിനാണ്. അത് സിദ്ധരാമയ്യക്ക് നൽകാമെന്നൊരു ഉറപ്പ്. മറ്റൊന്ന് സിദ്ധരാമയ്യയുടെ മകനെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാമെന്ന ഉറപ്പ്. അവിടെ പല കാര്യങ്ങൾ പാലിക്കേണ്ടി വരും. സാമുദായിക സന്തുലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ AICCക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയൂ. OBC വിഭാഗത്തിൽപ്പെട്ട ആളാണ് സിദ്ധരാമയ്യ. 2029 തിരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകുന്നു. മാത്രമല്ല കർണാടകയിൽ അവിടുത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്കുള്ള തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. രാജ്യസഭാ തിരഞ്ഞെടുപ്പ് സീറ്റ് വിഭജനം ഉൾപ്പെടെയുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. അങ്ങനെ തർക്കമില്ലാതെ അവിടെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക എന്നൊരു വലിയ വെല്ലുവിളി AICCക്ക് മുന്നിലുണ്ട്. ഇന്നിപ്പോൾ സിദ്ധരാമയ്യ തൻ്റെ മന്ത്രിസഭയിലെ അംഗങ്ങൾക്ക് പ്രഭാത ഭക്ഷണം നൽകുന്നുണ്ട്. അതിൽ DK ശിവകുമാർ പങ്കെടുക്കുന്നുണ്ട്. രാജിവെക്കും എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. അടുത്ത മുഖ്യമന്ത്രി ആര് എന്നതിൽ DK ശിവകുമാർ ആയിരിക്കും എന്നതിൽ വലിയൊരു പ്രതീക്ഷ പ്രവർത്തകർ വെച്ചു പുലർത്തുന്നുണ്ട്. ആ തരത്തിലുള്ളൊരു പ്രഖ്യാപനമായിരിക്കും AICCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് കരുതുകയും ചെയ്യുന്നു. രഞ്ജിത്ത്, ശരി. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് ഇന്ന് കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. രാവിലെ 10 മണിക്കാണ് സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവരെ കാണുന്നത്. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ധനമന്ത്രി നിർമ്മല സീതാരാമനുമായും വിജയ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഏതായാലും തമിഴ്നാടിൻ്റെ ആവശ്യങ്ങൾ പ്രധാനമന്ത്രിയെയും മറ്റ് പ്രധാനപ്പെട്ട കേന്ദ്ര നേതാക്കളെയും അറിയിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. സമാനമായി തന്നെ കേരള മുഖ്യമന്ത്രിയും VD സതീശനും പ്രധാനപ്പെട്ട പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും നിർമ്മല സീതാരാമനെയും മറ്റും കണ്ട് കേരളത്തിൻ്റെ ആവശ്യങ്ങളും ധരിപ്പിച്ചിരുന്നു. VD സതീശൻ സർക്കാരിൻ്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗം നാളെ. നേട്ടങ്ങൾ അക്കമിട്ട് നിരത്തുന്ന പതിവ് നിന്ന് വ്യത്യസ്തമായി ബഹുമുഖ വീക്ഷണങ്ങളുള്ള സതീശൻ ടച്ച് നയപ്രഖ്യാപനമാണ് ഇക്കുറി പ്രതീക്ഷിക്കുന്നത്. വയോജന വകുപ്പ് രൂപീകരണവും KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയും അടക്കം ജനപ്രിയ തീരുമാനങ്ങൾ നയപ്രഖ്യാപനത്തിലും ഇടം പിടിക്കും. ജൂൺ 1 മുതൽ ആരംഭിക്കുന്ന 100 ദിവസത്തെ കർമ്മ പരിപാടിയാകും നയപ്രഖ്യാപനത്തിൻ്റെ ഹൈലൈറ്റ്.
സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മോശമാണെന്ന് പറയുമ്പോഴും UDF സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനം ആകാംക്ഷയോടെയാണ് കേരളം കാത്തിരിക്കുന്നത്. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപയുടെ ധനസഹായം, യുവാക്കൾക്ക് സംരംഭങ്ങൾ ആരംഭിക്കാൻ 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ. UDF പ്രകടന പത്രികയിലെ ഈ വാഗ്ദാനങ്ങൾ നയപ്രഖ്യാപനത്തിൽ ഇടം പിടിക്കുമോ? KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് ജൂൺ 15 മുതൽ സൗജന്യയാത്ര നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയ പദ്ധതിക്ക് പകരം ലൈറ്റ് മെട്രോ പ്രഖ്യാപിക്കുമോ? തിരുവനന്തപുരം കോഴിക്കോട് നഗരങ്ങളിൽ മെട്രോ, ലൈറ്റ് മെട്രോ പദ്ധതികൾ നടപ്പിലാക്കുമെന്നാണ് UDF വാഗ്ദാനം. തുറമുഖങ്ങളെയും വിമാനത്താവളങ്ങളെയും ബന്ധിപ്പിച്ചുള്ള ഗതാഗത പദ്ധതികളിലാണ് മുഖ്യമന്ത്രിയുടെ സ്വപ്നം. കർഷകരും നിരവധി പ്രതീക്ഷിക്കുന്നുണ്ട് ആദ്യ നയപ്രഖ്യാപനത്തിൽ. റബ്ബറിന് 300 രൂപ തറവില ഉറപ്പാക്കാൻ സിയാൽ മാതൃകയിൽ റബ്ബർ കമ്പനി. നെല്ലിന് 35 രൂപ സംഭരണ വിലയും നാളികേരത്തിന് ഉയർന്ന തറവിലയും. മത്സ്യത്തൊഴിലാളികൾക്കും ഓട്ടോ ടാക്സി ഉടമകൾക്കും ഇന്ധന സബ്സിഡി. അങ്ങനെ UDF സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കുന്ന ജനപ്രിയ തീരുമാനങ്ങൾ നിരവധിയുണ്ട്. വിശപ്പില്ലാത്ത കേരളത്തിനായി ഇന്ദിരാ ക്യാൻറ്റീനുകൾ. വയനാട്ടിൽ ട്രൈബൽ സർവകലാശാല. പാവപ്പെട്ടവരുടെ വിവാഹങ്ങൾ കുറഞ്ഞ ചിലവിൽ നടത്തുന്നതിന് സ്നേഹസുമംഗലി കല്യാണ മണ്ഡപങ്ങൾ. അങ്ങനെ യാഥാർത്ഥ്യമാക്കാൻ വെല്ലുവിളിയായി മുന്നിലുള്ള വാഗ്ദാനങ്ങളും നിരവധിയാണ്. UDF പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ച വയോജന വകുപ്പ് രൂപീകരിച്ചുകൊണ്ടുള്ള ഉത്തരവിറങ്ങിക്കഴിഞ്ഞു. വകുപ്പിന്റെ തുടർ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും നയപ്രഖ്യാപനത്തിലുണ്ടാകും. മുനമ്പം ഭൂമി വഖഫ് വിവാദം കൊടുമ്പിരി കൊള്ളുമ്പോൾ മതസൗഹാർദ്ദം ഉറപ്പാക്കുന്ന പീസ് ആൻഡ് ഹാർമണി വകുപ്പ് പ്രഖ്യാപിക്കാൻ അനുയോജ്യമായ സമയമാണിത്. ലഹരിമുക്ത കേരളത്തിനായി ബ്രേക്ക് ദി ചെയിൻ പദ്ധതിയും നയപ്രഖ്യാപനത്തിൽ പ്രതീക്ഷിക്കാം. ജൂൺ 1 മുതൽ 100 ദിവസത്തെ കർമ്മപരിപാടി ആരംഭിക്കും. വേഗത്തിൽ തീർപ്പാക്കാൻ കഴിയുന്ന വിഷയങ്ങൾ ഈ 100 ദിവസം കൊണ്ട് പരിഹരിക്കാനാണ് ലക്ഷ്യം. കാലാവധി അവസാനിക്കുന്ന 2031 മുൻപ് UDF നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും പാലിക്കാൻ ലക്ഷ്യമിട്ട വിഷൻ 2031 പദ്ധതി വിഭാവനം ചെയ്തിട്ടുണ്ട്. കേന്ദ്രത്തിനെതിരെയുള്ള വിമർശനങ്ങൾ അത് വായിക്കാതെ ഒഴിവാക്കുന്ന ഗവർണർ. ഇതൊക്കെയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നയപ്രഖ്യാപനത്തെ വാർത്തകളിൽ നിറച്ചതെങ്കിൽ VD സർക്കാരിന്റെ കന്നി നയപ്രഖ്യാപനത്തിൽ അതിനും സാധ്യത കുറവ്. ന്യൂസ് 18 തിരുവനന്തപുരം. ആലപ്പുഴയിൽ കക്കൂസ് മാലിന്യം തള്ളുന്നവരിൽ നിന്ന് പണം കൈപ്പറ്റി പിടിയിലായ ചേർത്തല DYSP നേരത്തെ പണമിടപാടുകൾ നടത്തിയിരുന്നുവെന്ന് കണ്ടെത്തൽ. ലോറി ഉടമകളിൽ നിന്ന് 25,000 രൂപ നിരക്കിൽ 25 ലക്ഷം രൂപയോളമാണ് ചേർത്തല DYSP വാങ്ങിയിരുന്നത്. DYSP അനിൽകുമാറിനെതിരെ കൂടുതൽ പേർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയെന്നാണ് സൂചന. കക്കൂസ് മാലിന്യം തള്ളുന്നതിനിടയിൽ പിടിയിലായ 4 ടാങ്കറുകൾ വിട്ടുകിട്ടാനായാണ് ചേർത്തല DYSP അനിൽകുമാർ 2 ലക്ഷം രൂപ കൈക്കൂലി ചോദിച്ചത്. ഇതിൽ ആദ്യ ഗഡുവായ 50,000 നൽകുന്നതിനിടയിലാണ് വിജിലൻസ് സംഘം ഇയാളെ പിടികൂടുന്നത്. മുഹമ്മദ് സ്വദേശി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം. വിജിലൻസ് വീട്ടിലെത്തിയപ്പോൾ DYSP ഇറങ്ങി ഓടുകയായിരുന്നു. പിന്നാലെ ഓടിയാണ് അന്വേഷണ സംഘം ഇയാളെ പിടിച്ചുകൊണ്ടുവന്നത്. കക്കൂസ് മാലിന്യം തള്ളുന്ന 100-ലധികം വാഹനങ്ങളുണ്ട് ചേർത്തല കേന്ദ്രീകരിച്ച്. ഇവരിൽ നിന്ന് മാസപ്പടിയായി DYSP കൈപ്പറ്റുന്നത് വാഹനമൊന്നിന് 25,000 നിരക്കിലാണ്. അനിൽകുമാറിന്റെ പണപ്പിരിവ് ശ്രദ്ധയിൽപ്പെട്ട ജില്ലാ പോലീസ് മേധാവി തന്നെ DYSPയെ ഒരാഴ്ച മുമ്പ് താക്കീത് ചെയ്തിരുന്നു. ചേർത്തല DYSP ഓഫീസിന് കിലോമീറ്ററുകൾ അകലെ തൈക്കലിലാണ് അനിൽകുമാർ താമസിച്ചിരുന്നത്. പണമിടപാടുകൾക്കുള്ള സൗകര്യാർത്ഥമാണ് ഇതെന്നാണ് സൂചന. തിരുവനന്തപുരത്ത് ജോലി ചെയ്തിരുന്ന ഇയാൾ ഇലക്ഷൻ ട്രാൻസ്ഫറിലാണ് ആലപ്പുഴ ചേർത്തലയിലെത്തുന്നത്. കൊല്ലം കുണ്ടറ സ്വദേശിയാണ്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. വയനാട് പുത്തുമലയിൽ സ്ത്രീയെ കൊലപ്പെടുത്തിയ കാട്ടാനയെ പിടികൂടാൻ നടപടി തുടങ്ങി. മുത്തങ്ങ ആനപ്പന്തിയിൽ നിന്ന് 2 കുങ്കി ആനകളെ എത്തിച്ചു. ദൗത്യത്തിന് RRT സംഘം പുത്തുമലയിലെത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴയ്ക്കു സാധ്യത. ഒരു ജില്ലയിലും പ്രത്യേക അലേർട്ടില്ല. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ജൂൺ ആദ്യമാകും കേരളത്തിൽ കാലവർഷം എത്തുകയെന്ന് കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ കാലവർഷം എത്തും എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ കാലവർഷം വൈകുമെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് ആലിൻ ഷെറിൻ എബ്രഹാമിന് സപ്ലൈകോയുടെ ആദരവ്. സപ്ലൈകോ ഈ വർഷം വിപണിയിൽ എത്തിക്കുന്ന നോട്ട്ബുക്കുകൾ ആലിന്റെ പേരിലാണ് ബ്രാൻഡ് ചെയ്തിരിക്കുന്നത്. അവയവദാനത്തിന്റെ മഹത്തായ സന്ദേശം സമൂഹത്തിൽ എത്തിക്കുക എന്ന വലിയ ലക്ഷ്യം കൂടി സപ്ലൈകോ നിറവേറ്റുകയാണ്. പുതുവർഷം ക്ലാസ് മുറികളിലേക്ക് എത്തുന്ന കൂട്ടുകാർ നോട്ട്ബുക്കുകൾ തുറക്കുമ്പോൾ ഒരു കുഞ്ഞു മാലാഖയെ കൂടി ഓർത്തുവെക്കും. 10 മാസം മാത്രം ഭൂമിയിൽ ജീവിച്ച ഒരാളെ.
ആലിൻ ഷെറിൻ എബ്രഹാം അപകടത്തിൽപ്പെട്ട് ഭൂമിയിൽ നിന്ന് മടങ്ങുമ്പോൾ ആലിൻ 4 പേർക്ക് പുതുജീവൻ നൽകിയിരുന്നു. ആലിന്റെ മാതാപിതാക്കളായ അരുണും ഷെറിനും ചേർന്നെടുത്ത ധീരമായ തീരുമാനത്തിന് മുന്നിൽ അന്ന് സംസ്ഥാനം നിറകണ്ണുകളോടെ കൈകൂപ്പി. ചരിത്രപരമായ ഈ തീരുമാനത്തോട് ആദരവ് പുലർത്തിക്കൊണ്ടാണ് സപ്ലൈകോ നോട്ട്ബുക്കുകൾ പുറത്തിറക്കുന്നതെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. ഇതൊരു സന്തോഷത്തിന്റെ വേളയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് മാതൃകയായ ഒരു കുഞ്ഞിന്റെ ഒരു സന്ദേശം ലോകത്തിന് നൽകുന്ന ഒരു ചടങ്ങ് എന്ന നിലയിൽ നമുക്കിതിനെ കണക്കാക്കാൻ കഴിയും. ഇത് സപ്ലൈകോ ശബരി ബ്രാൻഡിലാണ് ഇത് ഈ ഉൽപ്പന്നങ്ങൾ ഇറക്കിക്കൊണ്ടിരുന്നത്. ഇനി മുതൽ അത് ആലിൻ ബ്രാൻഡില് ആലിൻ സീരീസ് ഓഫ് ബുക്സ് എന്ന നിലയിൽ അത് പുനർനാമകരണം ചെയ്താണ് ഈ പുസ്തകങ്ങൾ ഇന്നു മുതൽ ഇനി ഭാവിയിലേക്ക് വിപണിയിൽ ഉണ്ടാകുന്നത്. ആലിന്റെ മാതാപിതാക്കളെയും ചടങ്ങിൽ ആദരിച്ചു. തേവര SH കോളേജിലെ വിദ്യാർത്ഥികളാണ് ലോഗോയും കവർ ഡിസൈനും ചെയ്തത്. TJ വിനോദ് MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മേയർ VK മിനിമോൾ, ഹൈബി ഈഡൻ MP തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 കൊച്ചി. ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റിയുടെ ജവഹർ പുരസ്കാരം ന്യൂസ് 18 കേരള സ്പെഷ്യൽ കറസ്പോണ്ടന്റ് G ശ്രീയത്തിന് സമ്മാനിച്ചു. കോട്ടയത്ത് നടന്ന ചടങ്ങിൽ ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് പുരസ്കാരം സമ്മാനിച്ചു. മാധ്യമരംഗത്തെ മികവിനാണ് പുരസ്കാരം. മികച്ച പൊതുപ്രവർത്തകനുള്ള പുരസ്കാരം PJ ജോസഫിനും ജനപ്രതിനിധികളുടെ പുരസ്കാരം ചാണ്ടി ഉമ്മൻ MLAയ്ക്കും സമ്മാനിച്ചു. പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ സ്കൂളുകളിൽ ഒരുക്കങ്ങൾ തുടങ്ങി. ശുചീകരണ പ്രവർത്തികളും അപകടകരമായ മരക്കൊമ്പുകളും മുറിച്ചുമാറ്റുന്ന പ്രവർത്തികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ജൂൺ 1 പുതിയ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കുകയാണ്. വിദ്യാലയങ്ങളിൽ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടക്കുന്നു. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തികൾ പുരോഗമിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ സ്കൂൾ അങ്കണത്തിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരക്കൊമ്പുകളും മുറിച്ചുമാറ്റി. ജനപ്രതിനിധികൾ സ്കൂൾ സന്ദർശിച്ച് പ്രവർത്തികൾ വിലയിരുത്തി. സ്കൂളിന്റെ വികസനത്തിന് അധ്യാപകർ നൽകിയ നിർദ്ദേശത്തിനനുസരിച്ചുള്ള പ്രവർത്തികൾ നടത്തുമെന്ന് പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ TP ഷാജി പറഞ്ഞു. എല്ലാ പ്രദേശങ്ങളും വൃത്തിയാക്കുന്നതിന് വേണ്ടി നഗരസഭ തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. തൊഴിലുറപ്പ് തൊഴിലാളികളും അതുപോലെ തന്നെ ശുചീകരണ തൊഴിലാളികളും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഒരു മാസ് ക്ലീനിങ് പ്രവർത്തനം നടക്കുന്നുണ്ട്. തൊട്ടടുത്ത ദിവസങ്ങളിൽ അധ്യാപകർ ആവശ്യപ്പെട്ടതിനനുസരിച്ചിട്ടുള്ള എല്ലാ ക്ലീനിങ് പ്രവൃത്തിയുമായി നഗരസഭ മുന്നോട്ട് പോകും. മാത്രമല്ല പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിലെ കുറെ പോരായ്മകളെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിനാവശ്യമായ ഫണ്ട് അനുവദിക്കുന്നതിനും നഗരസഭ തീരുമാനമെടുത്തിട്ടുണ്ട്. ഓരോ പ്രദേശവും ഇന്ന് സന്ദർശനം നടത്തി വിദ്യാഭ്യാസം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ആവശ്യമായ നടപടികളുമായി നഗരസഭ മുന്നോട്ട് പോകും. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ക്ലാസ് മുറികൾ വൃത്തിയാക്കുകയും തകർച്ചയുള്ള ബെഞ്ചും ഡെസ്കും മാറ്റുന്ന പ്രവർത്തികളാണ് നടക്കുന്നത്. ഇതോടൊപ്പം കിണർ വൃത്തിയാക്കൽ, വാട്ടർ ടാങ്ക് ശുചീകരണം, ശൗചാലയങ്ങളുടെ ശുചീകരണം എന്നിവയും നടക്കുന്നുണ്ട്. ന്യൂസ് 18 പാലക്കാട്. ജനങ്ങളുടെ ജീവന് ഭീഷണി സൃഷ്ടിച്ച് പട്ടാമ്പിയിൽ ഭാരതപ്പുഴയിലേക്ക് സ്വകാര്യ ബിൽഡിംഗിൽ നിന്നും മാലിന്യം ഒഴുകുന്നു. പട്ടാമ്പി ബസ് സ്റ്റാൻഡിന് സമീപത്തെ സ്വകാര്യ ക്ലിനിക്ക് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ നിന്നുമാണ് അസഹ്യമായ ദുർഗന്ധത്തോടു കൂടിയുള്ള മലിനജലം ഭാരതപ്പുഴയിലേക്ക് ഒഴുകുന്നത്. നിരവധി തവണ പരാതി പറഞ്ഞിട്ടും നടപടി ഉണ്ടാകുന്നില്ല എന്നാണ് ആരോപണം. പട്ടാമ്പി പള്ളിപ്പുറം പാതയിൽ ബസ് സ്റ്റാൻഡിന് സമീപത്തെ സ്വകാര്യ ക്ലിനിക്ക് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ നിന്നുമാണ് മലിനജലം പുറത്തേക്ക് ഒഴുകുന്നത്. കെട്ടിടത്തിന് പുറകിൽ വാഹനങ്ങളും ഓട്ടോറിക്ഷകളും പാർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് മലിനജലം ഒഴുകുകയും കെട്ടിക്കിടക്കുകയും ചെയ്യുന്നത്. മലിനജലത്തിൽ നിന്നും അസഹ്യമായ ദുർഗന്ധം വമിക്കുന്നതിനാൽ പ്രദേശത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളും വ്യാപാരികളും ബസ് സ്റ്റാൻഡിലെത്തുന്ന ജനങ്ങളും ഏറെ ദുരിതത്തിലാണ്. ഈ മാലിന്യം നേരെ ഒഴുകിയെത്തുന്നത് ഭാരതപ്പുഴയിലാണ്. 2 മാസത്തോളമായി ഇത്തരത്തിൽ മലിനജലം പുഴയിലേക്ക് ഒഴുക്കുന്നുണ്ട്. ബന്ധപ്പെട്ട അധികൃതരോട് നിരവധി തവണ പരാതി പറഞ്ഞിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടാകില്ലെന്ന് സമീപത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറഞ്ഞു. നമ്മള് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലൊക്കെ നമ്മൾ 2-3 തവണ അതിന് പറഞ്ഞ് ആരോഗ്യവകുപ്പ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് പോയതാണ്. പക്ഷെ അത് വീണ്ടും ആവർത്തിക്കുന്നതുകൊണ്ട് പേരിലാണ് നമ്മളത് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. കാരണം ഇത് പുഴയിലേക്കാണ് ഇപ്പോൾ ഈ കാണുന്ന വേസ്റ്റ് വെള്ളം ഒഴുകി പോകുന്നത്. ഇത് എന്ത് വേസ്റ്റ് വെള്ളമാണ് നമുക്കറിയാം. പക്ഷെ ഭയങ്കര മണവും ഇവിടെ നിൽക്കാനും പറ്റാത്തൊരവസ്ഥയാണ്. ഇവിടെ ജോലി ചെയ്യാൻ നമുക്ക് പറ്റില്ല. കാരണം വണ്ടി ഫുള്ളായി കഴിഞ്ഞാൽ ഗ്രൗണ്ടിൽ കയറ്റിയിടാനോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ജോലി ചെയ്യാനോ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇത് അധികാരികളുടെ ഇടയിൽ എത്തിപ്പെട്ടിട്ട് അത് വേണ്ട നടപടി ഉടനെ ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ ഡ്രൈവർമാർക്ക് ഇതിൽ പറയാനുള്ളത്. പട്ടാമ്പിയിലും പരിസര പ്രദേശങ്ങളിലുമായുള്ള ഹോട്ടലുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും തൃശൂർ ജില്ലയിലെ പാവറട്ടി, ഗുരുവായൂർ ഭാഗങ്ങളിലും മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്കും കുടിവെള്ളം വിതരണം ചെയ്യുന്ന കിണറുകളുള്ള ഭാരതപ്പുഴയിൽ മലിനജലം കലരുന്നത് ഏറെ ഗൗരവമാണ്. മാത്രമല്ല രാത്രികാലങ്ങളിൽ ഇവിടെ മദ്യം, മയക്കുമരുന്ന് പോലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടെന്ന് പരാതി ഉയർന്നുണ്ട്. ന്യൂസ് 18 പാലക്കാട്.
പാലക്കാട് കുലുക്കല്ലൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരണവും റെയിൽ ഡബിൾ ലൈൻ നിർമ്മാണവും പുരോഗമിക്കുന്നു. പ്രവർത്തികൾ വിലയിരുത്തുന്നതിന് അസിസ്റ്റന്റ് ഡിവിഷൻ റെയിൽവേ മാനേജർ സന്ദർശനം നടത്തി. വിവിധ നിർദ്ദേശങ്ങളുമായി എത്തിയ തദ്ദേശ സാരഥികളുമായി റെയിൽവേ അധികൃതർ ചർച്ചയും നടത്തി. ഷൊർണൂർ നിലമ്പൂർ റെയിൽപാതയിൽ കുലുക്കല്ലൂർ റെയിൽവേ സ്റ്റേഷനാണ് നവീകരിക്കുന്നത്. നിലമ്പൂർ ഡബിൾ ലൈൻ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. കുലുക്കല്ലൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിന്റെയും ഡബിളിംഗിന്റെയും പ്രവൃത്തികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനാണ് അസിസ്റ്റന്റ് ഡിവിഷൻ റെയിൽവേ മാനേജർ ജയകൃഷ്ണൻ എത്തിയത്. സ്പെഷ്യൽ ട്രെയിനിൽ കുലുക്കല്ലൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ADRMനെ പ്രസിഡന്റ് VM മുഹമ്മദ് അലി മാസ്റ്ററും മെമ്പർമാരും ചേർന്ന് സ്വീകരിച്ചു. റെയിൽവേ ഗേറ്റിൽ നിന്നും 3 മീറ്റർ വീതിയിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പുതിയ റോഡും റെയിൽവേ ലൈനിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് സ്റ്റേഷനിലേക്ക് പ്രത്യേക വഴിയും സ്റ്റേഷനിൽ ഫുഡ് ഓവർ ബ്രിഡ്ജും നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കുലുക്കല്ലൂർ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ നിവേദനം നൽകി. പഞ്ചായത്ത് ഭരണസമിതി ആവശ്യപ്പെട്ട 3 കാര്യങ്ങളും പരിഗണിച്ചതായി അദ്ദേഹം ഉറപ്പു നൽകി. കുലുക്കല്ലൂർ റെയിൽവേ സ്റ്റേഷനിലെ നിർമ്മാണ പ്രവർത്തനം മെമ്പർമാർക്കൊപ്പം ADRM പരിശോധിച്ച് ആവശ്യമായ നിർദ്ദേശം നൽകി. കുലുക്കല്ലൂർ പ്രദേശത്തു നിന്നുള്ള ജനങ്ങൾക്ക് പെരിന്തൽമണ്ണ, തൃശൂർ, ഷൊർണൂർ ഭാഗങ്ങളിലേക്ക് എളുപ്പം എത്തിച്ചേരാൻ ട്രെയിൻ മാർഗമാണ് ആശ്രയം. റെയിൽ ഡബിളിംഗും നവീകരണവും പൂർത്തിയാക്കുന്നതോടെ കൂടുതൽ ട്രെയിനുകൾ സർവീസ് നടത്തുമെന്നും യാത്രാ സൗകര്യം വർദ്ധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് കുലുക്കല്ലൂർ നിവാസികൾ. ന്യൂസ് 18 പട്ടാമ്പി. UK മാഞ്ചസ്റ്ററിലെ വിതിൻ ഷോ വാരിയേഴ്സിന്റെ നേതൃത്വത്തിൽ ക്രിക്കറ്റ് ടൂർണമെന്റ് നടന്നു. 16 ടീമുകൾ മത്സരിച്ച ടൂർണമെന്റിൽ പ്രസ്റ്റണിൽ നിന്നുള്ള വൈറ്റ് വാക്കേഴ്സ് ജേതാക്കളായി. വിതിൻ ഷോ വാരിയേഴ്സുമായിരുന്നു ഫൈനൽ പോരാട്ടം. മാഞ്ചസ്റ്ററിലെ പാസ്റ്റ്വുഡ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലായിരുന്നു മത്സരങ്ങൾ നടന്നത്. മലയാളികളായ നിരവധി പേരാണ് മത്സരത്തിൽ പങ്കാളികളായത്. നമുക്കൊരു ന്യൂസ് 18 സ്പെഷ്യൽ ഡേയിലേക്ക് ഒന്ന് പോകാം. ഞങ്ങളുടെ സഹപ്രവർത്തകൻ രാംകുമാറിന്റെ പിറന്നാൾ ഇന്നാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹപൂർണമായ പിറന്നാൾ ആശംസകൾ രാംകുമാറിന് നേരുന്നു. ന്യൂസ് 18 വീഡിയോ ജേർണലിസ്റ്റ് പ്രശാന്ത് മംഗലശ്ശേരിയുടെ മാതാപിതാക്കളുടെ വിവാഹ വാർഷികം ഇന്നാണ്. അച്ഛൻ റസലനും അമ്മ പുഷ്പകുമാരിക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് സ്വാതി, സ്വാഗത്, ശ്രീദേവി ഒപ്പം രുദ്ര. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ഹിമാചൽ പ്രദേശിലെ കാഗ്ര സ്വദേശിയായ സർത്താദ് ഗുലേറിയയ്ക്ക് ആശംസ അർപ്പിക്കുന്നത് ഭാര്യ പ്രിയങ്ക ഗുലേറിയ, മക്കൾ ശിവാഖ്യ, ശിവേരി എന്നിവരാണ്. സർത്താജിന് ന്യൂസ് 18ന്റെയും എല്ലാ ആശംസകളും. തിരുവനന്തപുരം ചെങ്കൽ SN നഗർ സ്വദേശി നിത്യ N ഷാജിയുടെ 27ാം ജന്മദിനമാണിന്ന്. ആശംസ നേരുകയാണ് ഭർത്താവ് ജിഷ്ണു. ഇന്നലത്തെ സംഭവബഹുലമായ ദിവസത്തിനു ശേഷം അതിൻ്റെ പ്രതികരണങ്ങൾ CPMൻ്റെയൊക്കെ ഭാഗത്തു നിന്ന് എന്തൊക്കെയായിരിക്കുമെന്നുള്ളത് കാത്തിരുന്നു കാണണം. വാർത്തകൾക്കായി തുടരുക ന്യൂസ് 18-ൽ. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.